മാങ്ങ ഉപ്പിലിട്ടാലോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്, നമുക്കതിപ്പോൾ ഉപ്പിലിടാം കേട്ടോ. അമ്മയാണ് കേട്ടോ ഇത് അരിഞ്ഞത്, ഉപ്പിലിട്ടതൊക്കെ. ഞാൻ പറഞ്ഞത് അമ്മേൻ്റെ അടുത്ത് ഞാൻ ഇട്ടോളാന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. എനിക്ക് മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, ക്യാരറ്റ് ഉപ്പിലിട്ടത്, കുക്കുംബർ ഉപ്പിലിട്ടത്, ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നെല്ലിക്കും പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ തന്നെ കഴിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് ഈ മാങ്ങ ഉപ്പിലിടാന്ന് വിചാരിച്ചു. വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് തിന്നിരിക്കാലോ. ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്പഴങ്ങ ഉപ്പിലിട്ടിട്ട് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതൊക്കെ കഴുകിയിട്ട് അങ്ങനെ കേട്ടോ തിന്നുക. അമ്പഴങ്ങ ഉപ്പിലിട്ടത് അമ്മയായിരുന്നു കേട്ടോ. എന്നിട്ട് സ്കൂൾ തുറന്ന സമയത്ത് ഞാൻ ഈ അമ്പഴങ്ങ കൊണ്ടുപോയിരുന്നു സ്കൂളിലേക്ക്. എന്നിട്ട് അമ്മയാണ് ഉപ്പിലിട്ടത്. എന്നാൽ അമ്മയ്ക്ക് ഒരു കഷ്ണെങ്കിലും കൊടുക്കണ്ടേ, ഞാനത് കൊടുത്തില്ല. അമ്മയ്ക്കും കൊടുത്തില്ല, അച്ഛനും കൊടുത്തില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രമായിരുന്നു കേട്ടോ കഴിച്ചത്. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്ങനെ പെട്ടെന്ന് തീരാണ്ടിരിക്കും. ഒരു ദിവസം 4 വെച്ചിട്ടാണല്ലോ കൊണ്ടുപോവുക. എന്തായാലും അത് തീർന്നു കഴിഞ്ഞിട്ടാണ് അമ്മ അച്ഛനും അറിഞ്ഞത്. അതിനുശേഷം എന്ത് ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിലും സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ അമ്മ തന്നെയാട്ടോ എനിക്ക് എടുത്ത് തരിക. ഈ മാങ്ങയും മുളകൊക്കെ എനിക്ക് ഇന്നലെ സിന്ധു ചേച്ചീൻ്റെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ മാങ്ങയും ഉപ്പിലിട്ടു, പിന്നെ മുളക് സുർക്കയിലും ഇട്ടു കേട്ടോ. മിനിമം 10 ദിവസമെങ്കിലും ഇത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടും മുളകിൻ്റെ ആ എരിവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും വെക്കണം എന്നാണ്. എൻ്റെ കയ്യല്ലേ, നോക്കാം അടങ്ങിയിരിക്കുമെന്ന്. ഇടയ്ക്ക് പോയിട്ട് ഇതിന് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് കിട്ടും. ഓക്കെ, ബൈ.